എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളെ അതിവിശിഷ്ടമായൊരു ചെടി പരിചയപ്പെടുത്തി തരാം. ഇതാണ് കൈതമുൾ ചെടി അഥവാ സ്ക്രൂ പൈൻ. ഈ കൈതമുൾ ചെടിയും ഈ കൈതമുൾ ചെടിയിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നവും ലോക പ്രശസ്തമാക്കിയ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കിലെ അതിമനോഹരമായ ഒരു കൊച്ചു ഗ്രാമമായ തഴവയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അന്നത്തെ കാലത്ത് മതിലുകളൊക്കെ ഇല്ലാതിരുന്നൊരു കാലത്ത് അതിർത്തികൾ തിരിച്ചിരുന്നത് ഈ കൈതമുൾ ചെടി വെച്ചിട്ടായിരുന്നു. മാത്രമല്ല ഈ ഒരു പ്രദേശത്തെ സ്ത്രീകൾ അവരുടെ ഉപജീവന മാർഗമായിരുന്നു ഈ കൈതമുൾ ചെടികൾ വെച്ചുണ്ടാക്കിയ നെയ്ത്തുപായ നിർമ്മാണം. അവരിതിൽ നൈപുണ്യം നേടിയവരായിരുന്നു. ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. രണ്ട് ദിവസം മുന്നേ തയ്യാറാക്കി വെച്ച ഈ പായകൾ നെയ്ത പായകൾ ഇവിടുത്തെ മണപ്പള്ളി ചന്തയിലും കുതിരപ്പന്തി ചന്തയിലും കൊണ്ടുപോയി വിറ്റ് അവർക്ക് വേണ്ടുന്ന നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു സമ്പ്രദായം അന്ന് നിലനിന്നിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ അതൊക്കെ അന്യം നിന്ന് പോയി. അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇത് നിറയെ മുള്ളാണ് കണ്ടോ. ഇതിൻ്റെ ഈ 3 ഭാഗത്തും മുള്ളാണ്. ഇതിനി ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ഇപ്പോൾ തൽക്കാലം ഞാൻ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വള്ളിയാണ് കയ്യിൽ കെട്ടിയേക്കുന്നത്. ഇങ്ങനെ വിരലിൽ കെട്ടിയിട്ട് ഇതിൻ്റെ അറ്റത്തൂടെ ഇങ്ങനെ കണ്ടോ ഇതേപോലെ ഇങ്ങനെ ചീന്തിയെടുക്കണം. അപ്പോൾ അന്നൊക്കെ അവർ ഒരു പായ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ എത്ര എണ്ണം ഇങ്ങനെ എടുത്തിട്ടായിരിക്കും അവർ റെഡിയാക്കുക. എല്ലാവരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. കയ്യിലൊക്കെ നിറയെ മുള്ളുകൊണ്ട് ഇങ്ങനെ എൻ്റെ കയ്യിലും കൊണ്ട് കേട്ടോ ഇതേപോലെ എന്നിട്ട് ഈ നെടുകയും ഇതേപോലെ ചീന്തി എടുക്കുക. ഇങ്ങനെ ചീന്തി എടുക്കുന്ന തഴ ഒരു കലത്തിൽ വെള്ളം നിറച്ചത് പുഴുങ്ങിയെടുക്കും. ഈ പുഴുങ്ങിയെടുത്തിട്ട് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കുമ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ആവും, വൈറ്റ് കളറാവും കേട്ടോ. എന്നിട്ടാണ് ഇത് ഓരോന്നും എടുത്ത് ഇങ്ങനെ നെയ്ത് പായ ഉണ്ടാക്കുന്നത്. ഈ കൈതച്ചെടിക്ക് ആൺകൈതയും പെൺകൈതയും ഉണ്ട്. പെൺകൈത വെച്ചിട്ടാണ് മെത്തപ്പായ നിർമ്മിക്കുന്നത്. കൂടാതെ ഇതിനൊരു പൂ കൂടിയുണ്ട് കേട്ടോ. ആ പൂവിന് നല്ല മണമാണ്. പക്ഷേ അത് നമ്മൾ പൂജയ്ക്കൊന്നും എടുക്കാറില്ല. അതിനൊരു കാരണമുണ്ട്. അതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ പണ്ട് മഹാവിഷ്ണുവും ബ്രഹ്മാവും തമ്മിലൊരു തർക്കം ഉണ്ടാകുന്നു, ആരാണ് വലിയവനെന്ന്. അപ്പോൾ ഈ തർക്കം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശിവൻ ഒരു വലിയൊരു ജ്യോതിർലിംഗം നിർമ്മിക്കുകയും ആ ജ്യോതിർലിംഗത്തിൻ്റെ അന്തവും ആദ്യവും ആരാണോ കണ്ടെത്തുന്നത് അവരാണ് വലിയവനെന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ മഹാവിഷ്ണു വരാഹരൂപം പൂണ്ട് നേരെ താഴേക്കും ബ്രഹ്മാവ് ഹംസരൂപം പൂണ്ട് നേരെ മുകളിലേക്കും പോകുന്നു. മഹാവിഷ്ണു തോൽവി സമ്മതിച്ച് തിരികെ വരികയും ബ്രഹ്മാവ് നേരെ മുകളിലേക്ക് പോകുമ്പോൾ ശിവൻ്റെ തലയിൽ നിന്നും കൈതപ്പൂവ് നേരെ താഴേക്ക് വീഴുന്നതും കണ്ട് ഈ ജ്യോതിർലിംഗത്തിൻ്റെ അഗ്രഭാഗം കണ്ടു എന്ന് പറഞ്ഞ് കള്ളം പറയുന്നു. പക്ഷെ അതിന് സാക്ഷിയാക്കിയത് കൈതപ്പൂവിനെയാണ്. പക്ഷേ കള്ളം മനസ്സിലാക്കിയ ശിവൻ ബ്രഹ്മാവിനെയും കൈതപ്പൂവിനെയും ശപിക്കുകയാണ്. ഭൂമിയിലെ ഒരു ക്ഷേത്രങ്ങളിലും ബ്രഹ്മാവിനെ ആരാധിക്കരുതെന്ന് ശപിക്കുകയും കൂടാതെ കൈതപ്പൂവിനെ തൻ്റെ പൂജയ്ക്കോ മറ്റ് ദേവഗണങ്ങളുടെ പൂജയ്ക്കോ എടുക്കരുതെന്ന് ശപിക്കുകയും ചെയ്യുന്നു. ഇതുകൊണ്ടാണ് നമ്മൾ കൈതപ്പൂവിനെ പൂജയ്ക്കോ മറ്റ് ക്ഷേത്രങ്ങളിലോ ഒന്നും എടുക്കാത്തത്. അപ്പോൾ ഇനി കാര്യത്തിലേക്ക് വരാം. 2014-15 കാലത്തിൽ നമ്മുടെ ഭൗമസൂചിക പദവിയിൽ കേരളത്തിലെ അത്യപൂർവ ഉൽപ്പന്നങ്ങളിൽ ഇടം നേടിയ ഒന്നാണ് തഴപ്പായ. അപ്പോൾ നമ്മുടെ തഴവയെയും തഴപ്പായയും ഇഷ്ടപ്പെടുന്നവർ ലൈക്കും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബൈ.